അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, കേരളത്തിൽ തൊട്ടടുത്ത ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫാത്തിമ തെഹ്ലിയ എന്ന വനിതാ MLA നിലവിളക്ക് കൊളുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചൂടുപിടിച്ചിരിക്കുകയാണ്. സങ്കടകരമെന്ന് പറയട്ടെ, ഞങ്ങളൊക്കെ ഒരു മുസ്ലിം ലീഗ് അനുഭാവിയാണ്. പ്രത്യേകിച്ച് നല്ല പക്വതയുള്ള വേഷവിധാനത്തിലും എല്ലാം നല്ല രൂപത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു സഹോദരിയാണ് ഫാത്തിമ തെഹ്ലിയ. അവരിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. മനുഷ്യനാണ്, മാനസികമായി സംഭവിച്ചു പോയാൽ അവർക്ക് ആ തെറ്റ് ഏറ്റുപറയാമായിരുന്നു. അതിനു പകരം അത് ഏറ്റുപിടിച്ച് സമസ്ത എന്ന് പറയുന്ന ഒരു വിഭാഗം അതിനെ ഫത്വ ഇറക്കിയിരിക്കുകയാണ്. ആചാരമാണെങ്കിൽ തെറ്റാണ് എന്നും വെളിച്ചത്തിന് വേണ്ടിയാണെങ്കിൽ വിളക്ക് കൊളുത്തുന്നത് തെറ്റില്ല എന്നുമുള്ള ഒരു സംസാരം സമസ്തയുടെ നേതാക്കന്മാരിൽ നിന്ന് വന്നതോടുകൂടി ചർച്ച ഏറ്റവും കൂടുതൽ വഷളായി. കാരണം അവർക്കിത് പറയാൻ ഒരു അർഹതയുമില്ല. കേരളത്തിൽ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ നീണ്ടു നിൽക്കുന്ന ചെറുതും വലുതുമായ ദർഗകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിലവിളക്കുകൾ. അങ്ങനത്തെ അവർക്ക് ഈ ആചാരമല്ലാതെ എന്താണ്? അവിടെ ദർഗയിൽ വലിയ വലിയ ലൈറ്റുകളുള്ള, വലിയ വലിയ മെർക്കുറി ബൾബുകളുള്ള അവിടെ എന്തിനു വേണ്ടിയാണ്? ഈ നിലവിളക്ക് വെളിച്ചത്തിനാണോ? അല്ല. അങ്ങനത്തെ അവർ എന്തിനിത് പറയണം എന്നാണ് എൻ്റെ ചോദ്യം. തെറ്റ് ചെയ്തത് ഫാത്തിമ തെഹ്ലിയയാണ്. അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുക, അവരെ കൊണ്ടത് തിരുത്തിക്കുക എന്നുള്ളതാണ്. അവരത് തിരുത്താൻ തയ്യാറാവുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ സമയത്ത് എനിക്ക് ഫാത്തിമ തെഹ്ലിയയോട് വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്. വളരെയധികം വിഷമമുള്ള, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ഒരു മുസ്ലിമിൽ നിന്ന് വന്നു പോകാൻ പാടില്ലാത്ത തെറ്റാണ് സഹോദരി ചെയ്തിട്ടുള്ളത് എന്ന് ഉണർത്തുകയാണ്. നിങ്ങളത് തിരുത്തുന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എന്നാണ്. മുമ്പ് നമ്മുടെ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിനോട് വിളക്ക് കൊളുത്താൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ആ ഒരു ഇതെങ്കിലും കാണിക്കണമെന്നാണ് സഹോദരിയോട് പറയാനുള്ളത്. സമസ്ത ഇതിൽ വിധി പറയാൻ അത് വിട്ടു നിൽക്കുക. കാരണം നിങ്ങൾക്കൊരർഹതയുമില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.